എല്ലാം തൂത്തുവാരുക, തുണി കഴുകിയിടുക, അത് ഉണങ്ങിയതെടുത്ത് വെച്ച് മടക്കി വെക്കുക, ഇതെല്ലാം ഇങ്ങനെ ചെയ്യുക. പക്ഷേ മകൾ വീട്ടിലുള്ളപ്പം മകളോട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോളിഡേയ്സിൽ ചെയ്യാനായിട്ട്. ഒന്ന് തൂത്തുവാരി വെച്ച് വന്നപ്പോൾ ടയേർഡായിപ്പോയി, അവിടെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത പണി പറഞ്ഞപ്പോഴത്തേക്കും നെക്സ്റ്റ് പണി ഇത് അതെല്ലാം പറയുമ്പോൾ എന്താ പറയുന്നത്, ബാക്ക് പെയിൻ. ഇപ്പോഴേ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ബാക്ക് പെയിനൊക്കെ നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കത്തില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്കത് വലുതാകുമ്പോഴത്തേക്ക് ആ ഒരു വലിയ ഇതായിട്ട് തോന്നത്തില്ല. അതുപോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മുടിയൊക്കെ കഴുകുന്ന കണ്ടിട്ടില്ലേ, തലയൊക്കെ കുനിച്ച് പൈപ്പിൻ്റെ അടിയിലൊക്കെ വെച്ച് നല്ലപോലെ കഴുകാറുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം എല്ലാം ഷവറെല്ലാം വന്നതിന് ശേഷം ആർക്കും കുനിയേണ്ട കാര്യങ്ങളില്ല, എല്ലാവരും നിവർന്ന് നിന്നാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞു പിള്ളേരെ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞ് നമുക്കൊന്ന് കുനിഞ്ഞ് എന്തെങ്കിലും ഒരു പണി ചെയ്യണം എന്നുള്ളപ്പോൾ ഒക്കെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. പിള്ളേരൊക്കെ ചെറിയ ചെറിയ പിള്ളേർ പറയുന്നത് ഒരു ഇച്ചിരി നേരം തൂത്ത് കഴിയുമ്പോഴോ എന്തെങ്കിലും കുനിഞ്ഞൊരു പണി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബാക്ക് പെയിനാണെന്ന് പറയുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ചൂലിട്ട് തൂക്കുമായിരുന്നു, കുനിഞ്ഞ് എന്തെല്ലാം പണി ചെയ്യുമായിരുന്നു. ഇപ്പോഴും നടുവേദന ഇല്ലെന്ന് നമ്മൾ പറയത്തില്ല, പക്ഷേ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. ചെറിയ പെയിൻസ് പോലും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതങ്ങോട്ട് ഏറ്റെടുക്കാനായിട്ട് പറ്റാത്തൊരു സ്ഥിതി വന്നിരിക്കുകയാണ്. അപ്പം ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് മാക്സിമം അവരെ ഈ ഗാഡ്ജറ്റ്സിൻ്റെ കൂടെ പോകാതെ ഇവരെ നമുക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ ഗാർഡനിങ് ആണെങ്കിലും വീട്ടിലെ ചെറിയ പണികളാണെങ്കിലും ചെറിയ ചെറിയ അവരുടെ ഡ്രസ്സുകൾ കഴുകിയിടാനാണെങ്കിലും മിറ്റം തൂക്കാനാണെങ്കിലും പിന്നെ ചെറിയ ചെറിയ അവരെയും കൊണ്ട് പറ്റുന്ന കുക്കറീസൊക്കെ ചെയ്യിക്കാനാണെങ്കിലും പറ്റിയൊരു സമയമാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുള്ള ചിന്ത അവരിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഹോളിഡേയ്സ് അവർക്ക് ബോറടിക്കാതെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോവാം.